ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്ത് മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഇനി എന്ത് ആക്ഷനാണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ളതിനെ കുറിച്ചാണ് നോക്കുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം, ഏതൊരു സമയത്തും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. യൂണിവേഴ്സ് മെസ്സേജാണ് നോക്കുന്നത്. ഈ ഒരു സമയത്ത് 3 തവണ നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം. പോസിറ്റീവായിട്ടിരിക്കാം. നിങ്ങളെന്തോ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും ആ കാര്യം നടക്കും കേട്ടോ. നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നടക്കും. നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങൾ ഈ ഒരു സമയത്ത് കരിയറിലൊക്കെ ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ പ്രണയം തിരികെ വരണമെന്നോ നിങ്ങളുടെ പ്രണയം സക്സസ് ആവണമെന്നോ അങ്ങനെ എന്താഗ്രഹിച്ചാലും അത് നടക്കും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ അതിനുള്ള ഒരു സമയമല്ല. ഇപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. എന്നാലും നിങ്ങളുടെ ആഗ്രഹം നടക്കും. അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. സക്സസ് ആണ്, യെസ് ആണ് വന്നിരിക്കുന്നത്. ആ റൊമാൻസ് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമല്ല. നിങ്ങൾ ഇപ്പോൾ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നടക്കണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിനുള്ള സമയം ഇപ്പോഴല്ല എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തും അതാണ്. അവരുടെ എന്തോ ഒരു സിറ്റുവേഷൻ അവർ ബാലൻസിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി മാറി നിൽക്കുന്നതായിട്ടും ചില പേരുടെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ബ്ലോക്ക് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. മാത്രം നിങ്ങളുടെ വ്യക്തി മാറി നിൽക്കുന്നത് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഭയമുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർ ഏതോ ഒരു കാര്യത്തിന് ആക്ഷൻ എടുത്ത് തിരിച്ചു വരാനായിട്ടാണ്, താൽക്കാലികമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി മാറി നിൽക്കുന്നത് നിങ്ങളിൽ നിന്നും. കാരണം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോടൊപ്പമുള്ള ഒരു മുന്നോട്ടുള്ള ലൈഫ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനാണ് ഈ ഒരു സമയം നിങ്ങളെ ബ്ലോക്ക് ചെയ്തതും നിങ്ങളെ മാറി നിൽക്കുന്നതും. ഇനിയിപ്പോൾ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സൈലൻ്റായിട്ട് മാറി നിന്നിട്ടുണ്ടെങ്കിൽ പൂർവാധികം ശക്തിയോടെ തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് അവർ മാറി നിൽക്കുന്നത്. ഏതോ ഒരു കാര്യത്തിൽ അവർക്ക് ആക്ഷൻ എടുക്കാൻ ഈ ഒരു സമയം പറ്റുന്നില്ല. കാരണം ഇവിടെ ഏസ് ഓഫ് ഷോട്ട്സിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ആക്ഷൻ എടുക്കാൻ ഈ ഒരു സമയം പറ്റാത്തത് നിങ്ങളുടെ സ്നേഹത്തിനൊന്നും യാതൊരു കുറവില്ല. കാരണം ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെറുപ്പം തൊട്ടേ അറിയാവുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടാവാം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം കണ്ടുമുട്ടിയ ആ ഒരു ഫീലായിരിക്കില്ല. ഒരുപാട് കാലം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിനെ അറിയാമെന്നുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നല്ലൊരു മാറ്റം വരും, അല്ലെങ്കിൽ ആ വ്യക്തി പൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ അതിനുള്ള ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് അത് സമയമായിട്ടില്ല. കാരണം അവർക്ക് ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഏതോ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ നടന്നു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ അല്ല. എന്നാൽ നമുക്ക് സൺ കാർഡ് വന്നിട്ടുണ്ട്, നിങ്ങൾ സൺ കാർഡും വന്നിട്ടുണ്ട്, കണ്ടോ, ചാരിയറ്റും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യം നടക്കും. ആ റൊമാൻസ് നിങ്ങൾ എന്താണോ, വിവാഹമാണോ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടക്കും. അല്ലെങ്കിൽ നിങ്ങൾ റിയൂണിയനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ഉണ്ടെങ്കിലും അത് നടക്കും, നിങ്ങളുടെ ലൈഫിലേക്ക് വരും, സക്സസ് ആണ്. പക്ഷേ അതിന് സമയമെടുക്കും, കുറച്ച് സമയമെടുക്കും. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിന് അവരുടെ ഏതോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സ്റ്റക്കാണ്. അവരൊരു ബാലൻസിലേക്ക് വരാനാണ് നോക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളിൽ നിന്ന് മാറി നിന്നത് അവരുടെ കാര്യത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി കുറച്ച് ഒരു ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഭാരങ്ങൾ ചുമക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ സിറ്റുവേഷനിലൊക്കെ കുറച്ച്, അത് മാത്രമല്ല ദേഷ്യമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്, നല്ല ദേഷ്യമുണ്ട്, കടുംപിടുത്ത സ്വഭാവമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതലും, കാരണം ഈ വ്യക്തിക്ക് എന്താ പറഞ്ഞാൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്നുള്ള ഒരു ഇതാണ് ഉള്ളത് കൂടുതലും.
നിങ്ങളുമായിട്ട് നല്ല വഴക്കുണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. ഏതോ ഒരു കാര്യത്തിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയതായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. എന്തോ ഒരു വഴക്കിൻ്റെ പേരിൽ നിങ്ങളുടെ വ്യക്തി അകന്നു പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങൾ ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലേക്കോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളിലേക്ക് ഒരു ബ്ലോക്ക്, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളിലേക്ക് ഇങ്ങനൊരു നോ കോണ്ടാക്റ്റ് വന്നത്, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് നടന്നത് എന്നതാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ എന്നും നിങ്ങളുണ്ട്, നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ അവർ ഈ ഒരു സാഹചര്യം കൊണ്ടാണ് അവർക്ക് ഈ ഒരു സമയം ഇങ്ങനെ മാറി നിൽക്കേണ്ടി വന്നത് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ വ്യക്തിക്ക് ഒരുപാട് പേരുടെ ഒരുപാട് ഈ ഒരു സമയത്ത് പല പല ചിന്തകളും മനസ്സിൽ കടന്നു വരുന്നുണ്ട്. ആ വ്യക്തിയുടെ പല പല ചിന്തകളും മനസ്സിൽ കിടന്നുണ്ട്. ഭയങ്കര സ്ട്രെസ് ഫീലിങ്സ് ആണ് ആൾക്കുള്ളത്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ആൾക്ക് തന്നെ. മനസ്സിന് താങ്ങാവുന്നതിലപ്പുറം ടെൻഷനും കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്കുണ്ട്. പലപ്പോഴും ഈ വ്യക്തി മാറി നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി ഒരുപാട് നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുമുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പോയതിൽ ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടമുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട്. മാത്രം ആ വ്യക്തി നിങ്ങളെ ഒരുപാട് അവഗണിച്ചതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമുണ്ട്, അവഗണിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള കൺട്രോൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെ എന്നൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ആ വ്യക്തി നിങ്ങളടുത്ത് കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുമുണ്ട്. കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചാണ് നിങ്ങളടുത്ത് പെരുമാറുന്നതും എന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ റൊമാൻസ് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ പരസ്പരം മനസ്സ് തുറന്ന് നിങ്ങൾ സംസാരിക്കണം, മനസ്സറിഞ്ഞ് നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ സ്നേഹം അർഹിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു സ്നേഹം അത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും. ആ ഒരു നിങ്ങൾക്കിടയിൽ കുട്ടികൾ ചില സാഹചര്യത്തിൽ തേർഡ് പാർട്ടി ആയിട്ട് വരാം എന്നും നമുക്കിവിടെ കാണുന്നുണ്ട്. കുട്ടികൾ തേർഡ് പാർട്ടി ആയിട്ട് വരാം. ഈ വ്യക്തിയെ സംബന്ധിച്ച് അതായിരിക്കാം ഈ വ്യക്തിക്ക് ആ ഒരു പ്രശ്നം. ഇപ്പോൾ അവരുടെ നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷനും ഫീലിങ്സ് എല്ലാം ഈ ഒരു സമയത്തെല്ലാം മാറ്റിവെച്ചിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിനും നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സിൽ സമർപ്പിച്ച കാര്യം ഡിവൈൻ നിങ്ങൾക്ക് സാധിച്ചു തന്നെ തരും. ആ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും. ആ വ്യക്തി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യം അത് സഫലീകരിക്കും എന്ന് തന്നെയാണ്, സഫലീകരിക്കാൻ പോകുന്നു എന്ന ഒരു ഇതാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവ് മൈൻഡോട് കൂടി മുന്നോട്ട് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം, ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. ലെറ്റർ ഒ ടൈലറിങ്, മെഡിക്കൽ ഫീൽഡ് ജോലിയുള്ളവരായിരിക്കാം. ലെറ്റർ കെ കാസർഗോഡ്, പത്തനംതിട്ട, പിങ്ക് കളർ, ഗ്രീൻ കളർ, പൂയം നക്ഷത്രം, കോഴിക്കോട്, ഒക്ടോബർ, റെഡ് കളർ, മൂലം, എന്നാണ് ലെറ്റർ എന്നാണ്, ചിത്തിര, യെല്ലോ കളർ, പാലക്കാട്, മകം നക്ഷത്രം, ലെറ്റർ യു ആണ്, ജൂൺ മാസം, റിയൂണിയൻ കാണുന്നുണ്ട്, മെയ് മാസം, മലപ്പുറം, ലെറ്റർ സി. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്